ഡിജോ ജോസ് ആൻ്റണി സംവിധാനം ചെയ്ത് ടൊവിനോ തോമസ് പ്രധാന വേഷത്തിലെത്തിയിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് പള്ളിച്ചട്ടമ്പി. കേരളത്തിൽ ഒരു 1960 ആ ഒരു ടൈമിൽ വിമോചന സമരം നടന്നിരുന്നു. അതായത് ആ ടൈമിൽ ക്രൈസ്തവരും കമ്മ്യൂണിസ്റ്റ് വിഭാഗക്കാരും തമ്മിൽ ചെറിയ തർക്കങ്ങളും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു സംഭവത്തിനെ ആസ്പദമാക്കി എടുത്തിരിക്കുന്ന ഒരു മൂവിയാണിത്. ഇപ്പോൾ കഥയെപ്പറ്റി ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ആക്ഷൻ ത്രില്ലർ. കുറേ വർഷങ്ങൾക്ക് മുമ്പ് നടക്കുന്ന ഒരു കഥയായതുകൊണ്ട് തന്നെ ഇതിലത്തെ കോസ്റ്റ്യൂംസ് ആയാലും ലൊക്കേഷൻസ് ആയാലും പണ്ടത്തെ ഒരു രീതിയിൽ തന്നെ ക്രിയേറ്റ് ചെയ്യാൻ ഇവർ നല്ല രീതിയിൽ ശ്രമിച്ചിട്ടുണ്ട്. ആ ഭാഗങ്ങളൊക്കെ വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മേക്കപ്പ് ആയാലും എല്ലാം ഒരു പഴയൊരു ക്ലാസിക് ലുക്ക് പിടിച്ചിട്ട് ചെയ്തിരിക്കുന്നതാണ്. പിന്നെ ഇതിൻ്റെ മ്യൂസിക്, അതാണ് ഈ പടത്തിലെ ഏറ്റവും മെയിൻ ഒരു അട്രാക്ഷനായിട്ട് എനിക്ക് തോന്നിയത്. ആക്ഷൻ മൂവി ആണെങ്കിലും പല സ്ഥലത്തും ആക്ഷൻ കൊറിയോഗ്രാഫിയൊക്കെ കുറച്ച് വീക്കായി പോയോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. പക്ഷെ ആ സമയത്ത് ആ ഒരു പഞ്ച്, ആ ഒരു ആക്ഷന് കൊടുത്തത് ഇതിൻ്റെ മ്യൂസിക് കൊണ്ടാണ്. പിന്നെ ഇതിൻ്റെ ആർട്ട് ടീം ആയാലും ഡയറക്ഷൻ ആയാലും മ്യൂസിക് ആയാലും എല്ലാം നല്ല രീതിയിൽ തന്നെ വർക്കായിട്ടുണ്ട്. വിജയരാഘവൻ, സിദ്ദിഖ്, സുധീർ കരമന, ബാബുരാജ്, നല്ലൊരു കാസ്റ്റ് തന്നെ ഇതിലുണ്ട്. പിന്നെ ഒരു വെടിച്ചില് ക്യാമിയോ റോൾ വരുന്നുണ്ട്. അതൊക്കെ വളരെ സർപ്രൈസിങ് ആയിരുന്നു. ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ക്യാമിയോ റോൾ ഉണ്ടെന്ന് നമുക്കറിയായിരുന്നു. പക്ഷെ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ടൈമിൽ കൊണ്ടുപോയിട്ടാണ് ആ ക്യാമിയോനെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ വളരെ രസമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഭയങ്കരമായിട്ട് വർക്ക് ചെയ്തു ആ ക്യാമിയോ റോള്. അത് വളരെ നന്നായി തോന്നി. പിന്നെ ഇതിൻ്റെ പാട്ടുകളൊക്കെ ഓൾറെഡി വളരെ ഹിറ്റായതുകൊണ്ട് തന്നെ, കാട്ടുചെമ്പൊക്കെ ഭയങ്കര ഹിറ്റായതുകൊണ്ട് തന്നെ ഈ പടത്തിന് നല്ലൊരു ഹൈപ്പ് ഉണ്ടായിരുന്നു, ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ആ പ്രതീക്ഷയ്ക്ക് ഒത്ത വിധം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ പടം വന്നിട്ടുണ്ട്. പിന്നെ അവിടെ ഇവിടെയൊക്കെ ചെറുതായിട്ട് ഒരു ബാഹുബലിയോ RRR ഒക്കെ കയറി വന്നോ എന്നൊരു ഡൗട്ടുണ്ട്. ഇപ്പോൾ ക്ലൈമാക്സിൽ ഒരു ഫയർ വെച്ചുള്ളൊരു ആക്ഷൻ സീക്വൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ നല്ല രീതിയിൽ എനിക്ക് ഒരു രാജമൗലി സ്റ്റൈല് പിടിച്ചോ എന്നൊരു ഡൗട്ട് വന്നിട്ടുണ്ട്. അതൊക്കെ നന്നായി വർക്കായിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് മൊത്തത്തിലൊരു സ്ലോ ബേസ് ആയിരുന്നു, ഒരു ആവറേജ് ആയ പോലെ എനിക്ക് തോന്നി. പക്ഷേ സെക്കൻഡ് ഹാഫ് അത് അടിപൊളിയായിരുന്നു. ഈ പടത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു കഥയുടെ മൊത്തം ഒരു ഫീല് തന്നെ വന്നിരിക്കുന്നത് സെക്കൻഡ് ഹാഫിലാണ് എനിക്ക് തോന്നിയത്. ഫസ്റ്റ് ഹാഫിൽ എല്ലാം വളരെ ഒരു സ്ലോ ബേസ് ആയിരുന്നു, കുഴപ്പമില്ലാത്ത രീതിയിലൊരു ആവറേജ് ബേസ് പിടിച്ചാണ് പോയായിരുന്നത്. പക്ഷേ സെക്കൻഡ് ഹാഫിൽ കത്തിച്ച് കളഞ്ഞു. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു അബോ ആവറേജ് മൂവി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അത്യാവശ്യം തിയേറ്റർ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ മ്യൂസിക് ആയാലും നമുക്ക് ആ ഒരു ഫീൽ, ആ ഒരു പഞ്ച് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ടൊവിനോ ഒന്നും ഒരു രക്ഷയില്ല. നല്ല രീതിയിൽ തന്നെ ആ ക്യാരക്ടറിനെ ടൊവിനോ അവതരിപ്പിച്ചിട്ടുണ്ട്. അത് നല്ല രസമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഞാനൊരു ARM അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഫീലാണ് ട്രailer കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. അത് വലിയ കുഴപ്പമില്ലാത്തൊരു രീതിയിൽ തന്നെ. പിന്നെ പഴയ കാലത്തെ മൂവിയാണല്ലോ, ഒരു ക്ലാസിക് സ്റ്റൈലുള്ള മൂവിയാണല്ലോ. അപ്പോൾ ആ ഒരു കാലഘട്ടം കൂടി നമ്മൾ ഉൾക്കൊണ്ടിട്ട് പടം കാണുകയാണെന്നുണ്ടെങ്കിൽ നന്നായി ഒരു നല്ല ഫീലിൽ നമുക്കത് കിട്ടും. അല്ല ഒരു മോഡേൺ, ഇപ്പോൾ 2026 ഫീൽ പിടിച്ചിട്ടാണ് നിങ്ങൾ ആ പടം കാണണമെന്നുണ്ടെങ്കിൽ ഇതൊരു ഔട്ട്ഡേറ്റഡ് ആയ കഥ പോലെയോ അല്ലെങ്കിൽ ഒരു പഴഞ്ചൻ ഫീലൊക്കെ നമുക്ക് തോന്നിയെന്ന് വരും. പക്ഷേ പടം നടക്കുന്ന കാലഘട്ടം അതാണ്, ഒരു 1959 ആ ഒരു 60 ആ ഒരു കാലഘട്ടം ആകുമ്പോൾ, ആ ഒരു കാലഘട്ടത്തിലെ കഥ പറയുന്ന ഒരു മൂവി ആകുമ്പോൾ ആ ഒരു ബേസിൽ, ആ ഒരു തോട്ട് പ്രോസസ്സിൽ മൂവി കണ്ടു കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും. ഇതിലെനിക്കൊരു നെഗറ്റീവായിട്ട് തോന്നിയത് ഇതിൻ്റെ ഡയലോഗ്സ് എനിക്ക് ഭയങ്കര ഒരു നാടക സ്റ്റൈലൊരു ഡയലോഗ് പോലെ എനിക്ക് തോന്നി. ഒരു മൂവീസ് നമുക്ക് പറഞ്ഞാൽ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് ഫീൽ ചെയ്യുമല്ലോ. നാടകമാകുമ്പോഴല്ലേ കുറച്ച് ഒരു ഡയലോഗ്സിനൊക്കെ ഒരു ഡോമിനേഷൻ കൊടുത്ത് ഭയങ്കര പഞ്ച്, എല്ലാ ഡയലോഗിൻ്റെ കൂടെയും പഞ്ചൊക്കെ കുത്തിക്കെറ്റി അങ്ങനത്തെ എന്തൊക്കെയോ പറയുന്നുണ്ട്. എനിക്ക് പലയിടത്തും ഡയലോഗ്സ് ഒന്നും വർക്കായില്ല. അത് പണ്ട് കാലങ്ങളിൽ അങ്ങനെ ആയിരുന്നിരിക്കുമോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നാലും എന്തോ പോലെ തോന്നി. ഡയലോഗ്സ് എനിക്ക് അത്രയ്ക്ക് ഡൈജസ്റ്റ് ആയില്ല. ബാക്കി എല്ലാം അടിപൊളിയായിരുന്നു. മസ്റ്റ് വാച്ച് മൂവിയാണ്. ടൊവിനോൻ്റെ ഒക്കെ ഒരു അടിപൊളി ബെസ്റ്റ് ഫിലിംസിലൊക്കെ കയറ്റാൻ പറ്റിയൊരു പടമാണ്. അപ്പോൾ എല്ലാവരും പോയി കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. എൻജോയ്.